Hi students, let us start with the new chapter that's about respiration in plants. So what do you mean by respiration stands for? Breakdown of carbon-carbon bond of complex molecule by oxidation within the cell so as to release energy is called respiration. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അതായത് ഫുഡ് മെറ്റീരിയലുള്ള കാർബൺ ബോണ്ട് ഇപ്പൊ ഗ്ലൂക്കോസ് ആണെന്ന് വിചാരിക്കുക, ഗ്ലൂക്കോസിന്റെ കാർബൺ ബോണ്ട് ബ്രേക്ക് ചെയ്യാം. അപ്പൊ ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ എന്താ റിലീസ് ചെയ്യുന്നത്? എനർജി റിലീസ് ചെയ്യും ആൻഡ് ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് റെസ്പിറേഷൻ. അപ്പൊ റിലീസ് ചെയ്ത എനർജി ഉപയോഗിച്ചിട്ട് സെല്ലുകൾ ATP സിന്തസൈസ് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. പറഞ്ഞത് മനസ്സിലായോ? ഇപ്പൊ കോംപ്ലക്സ് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ? കാർബോഹൈഡ്രേറ്റ് ആവാം, ഗ്ലൂക്കോസ് ആവാം, പ്രോട്ടീൻ ആവാം, ഫാറ്റ് ആവാം, ഓർഗാനിക് ആസിഡ്, അങ്ങനെ കുറെ കോംപ്ലക്സ് മോളിക്യൂൾ ഉണ്ടല്ലോ. അപ്പൊ ഇതിന്റെ കാർബൺ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ എനർജി റിലീസ് ചെയ്യും. ആ എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ് റെസ്പിറേഷൻ ആണ്. റിലീസ് ചെയ്ത എനർജി ഉപയോഗിച്ച് സെല്ലുകൾ ATP സിന്തസൈസ് ചെയ്യുമ്പോൾ അതിനെ സെല്ലുലാർ റെസ്പിറേഷൻ എന്നാ പറയാം. Did you got the point? Yes. Let's go for what you mean by respiratory substrate. The substance which undergo oxidation during respiration ആണ് നമ്മൾ പറയാം. അതായത് ഏത് സബ്സ്റ്റൻസ് ആണോ ബ്രേക്ക് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഗ്ലൂക്കോസ് ആണ് ഇവിടെ ബ്രേക്ക് ചെയ്ത്, ഗ്ലൂക്കോസിന്റെ കാർബൺ ബോണ്ട് ആണ് ഇവിടെ ബ്രേക്ക് ചെയ്ത്. അപ്പൊ ആരാണോ ബ്രേക്ക് ചെയ്യുന്ന വിച്ച് ഇസ് അണ്ടർഗോയിങ് ഓക്സിഡേഷൻ ഡ്യൂറിംഗ് റെസ്പിറേഷൻ, ദാറ്റ് ക്യാൻ ബി കോൾഡ് ആസ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. അപ്പൊ ഏറ്റവും കോമൺ ആയിട്ടുള്ള റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ചെയ്ത ഗ്ലൂക്കോസ് ആണ്. ഇത് കൂടാതെ ചില പ്ലാന്റ്സിൽ പ്രോട്ടീനോ ഫാറ്റോ ഓർഗാനിക് ആസിഡോ ഒക്കെ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ആയിട്ട് വരാം. പക്ഷെ ഏറ്റവും കോമൺ ഏതാ ചോദിച്ചാൽ കാർബോഹൈഡ്രേറ്റ് ആണ്. അതായത് ഗ്ലൂക്കോസ് ആണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. ഇത് കിട്ടിയോ മക്കളെ? So moving to next one, we say about during respiration, as you know that aerobic respiration ഉണ്ട്, anaerobic respiration ഉണ്ട്. aerobic respiration ആയിക്കോട്ടെ, anaerobic respiration ആയിക്കോട്ടെ, രണ്ടുപേർക്കും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് അറിയപ്പെടുന്നത് കോമൺ സ്റ്റെപ്പ് ആണ്. ദാറ്റ് ഇസ് കോൾഡ് ഗ്ലൈക്കോളിസിസ്. സോ വാട്ട് യു മീൻ ബൈ ഗ്ലൈക്കോളിസിസ് സ്റ്റാൻഡ്സ് ഫോർ? ഗ്ലൈക്കോസ് എന്ന് പറഞ്ഞാൽ ഷുഗർ ആണ്, ലൈസിസ് എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റിംഗ് ആണ്. സ്പ്ലിറ്റിംഗ് ഓഫ് ഷുഗർ ഇസ് കോൾഡ് ഗ്ലൈക്കോളിസിസ്. ഗ്ലൈക്കോളിസിസ് എവിടെയാണ് നടക്കുന്നത് ചോദിച്ചാൽ സൈറ്റോപ്ലാസ്റ്റിലാണ് നടക്കുന്നത്. എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് ചോദിച്ചാൽ 10 സ്റ്റെപ്പ് ഉണ്ട് ഗ്ലൈക്കോളിസിസിൽ. ആരാണിത് കണ്ടുപിടിച്ചെന്ന് ചോദിച്ചാൽ 3 സയന്റിസ്റ്റ് ആണ്, എംഡൻ, മേർഹാഫ് ആൻഡ് പാർനാസ്. എംഡന്റെ ഇയും മേർഹാഫിന്റെ എമ്മും പാർനാസിന്റെ പിയും എടുത്തിട്ടാണ് എന്നെ EMP പാത്വേ എന്ന് വിളിക്കുന്നത്. സോ വാട്ട്സ് അതർ നെയിം ഓഫ് ഗ്ലൈക്കോളിസിസ് ചോദിച്ചാൽ EMP പാത്വേ ആണ്. അപ്പൊ 10 സ്റ്റെപ്പ് ഉണ്ട്. ആ 10 സ്റ്റെപ്പ് എവിടെ നടക്കുന്നത്? സൈറ്റോപ്ലാസ്റ്റിലാണ്. സോ ലെറ്റ്സ് ഗോ ഫോർ ദ സ്റ്റെപ്പ്. സോ ഫസ്റ്റ് വി സേ അബൌട്ട് ദർ ഇസ് എ കോൺസെപ്റ്റ് ദർ ഇസ് ഗിവൻ എ ടെക്സ്റ്റ്. അത് ആദ്യം പറയട്ടെ. അപ്പൊ സ്റ്റോറേജ് ഫോം ആണെങ്കിൽ സ്റ്റാർച്ച് ഓർ കാർബോഹൈഡ്രേറ്റ് ആണ്, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടഡ് ഫോം ആണെങ്കിൽ സുക്രോസ് ആണല്ലോ. അപ്പൊ സുക്രോസ് ഡൈസാക്രൈഡ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഈ സുക്രോസിന് ഇൻവെർട്ടേസ് എന്ന എൻസൈം, ഏതാ എൻസൈം? ഇൻവെർട്ടേസ് എന്ന എൻസൈം ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് എന്താക്കി മാറ്റും? ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ് ആക്കി മാറ്റും. ഗ്ലൂക്കോസും ഫ്രക്ടോസ് ആക്കി മാറ്റും. അപ്പോ സുക്രോസ് ഡൈസാക്രൈഡ് ആണ്. അപ്പൊ ഇൻവെർട്ടേസ് എന്ന എൻസൈം വന്നിട്ട് ഈ സുക്രോസിനെ ബ്രേക്ക് ചെയ്ത് ഗ്ലൂക്കോസും ഫ്രക്ടോസ് ആക്കുമ്പോൾ ഗ്ലൂക്കോസും ഗ്ലൈക്കോളിസിസിലേക്ക് കയറിപ്പോവും, ഫ്രക്ടോസും ഗ്ലൈക്കോളിസിലേക്ക് കയറി പോകുന്നതാണ് NCERT പറഞ്ഞിരിക്കുന്നത്. ഇസ് ഇറ്റ് പോയിന്റ് ക്ലിയർ ഫോർ യു? യെസ്. ഇഫ് ഇറ്റ് ഇസ് ഗ്ലൂക്കോസ്, ഇപ്പൊ ഗ്ലൂക്കോസ് 6 കാർബൺ ആണ് നമുക്കറിയാലോ. ഞാൻ ഇവിടെ എഴുതിട്ടെ. ഗ്ലൂക്കോസ് 6 കാർബൺ ആണ്, ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റും 6 കാർബൺ ആണ്. അതേപോലെ തന്നെ ഫ്രക്ടോസും 6 കാർബൺ ആണ്, ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റും 6 കാർബൺ ആണ്. ഇതൊക്കെ 6 കാർബൺ കോമ്പൗണ്ട് ആണ്. അപ്പൊ ഗ്ലൂക്കോസിന്റെ 6th കാർബണിലേക്ക്, അതാണ് നമ്മൾ ഇവിടെ പഠിക്കേണ്ടത്. ഗ്ലൂക്കോസിന്റെ 6th കാർബണിലേക്ക് ഒരു ഫോസ്ഫേറ്റ് ആഡ് ചെയ്യണം. നോക്കിടാ, ഗ്ലൂക്കോസിന്റെ 6th കാർബണിലേക്ക് ഒരു ഫോസ്ഫേറ്റ് ആഡ് ചെയ്യണം. അപ്പൊ ആ ഫോസ്ഫേറ്റ് എവിടുന്ന എടുക്കാൻ ചോദിച്ചാൽ നമ്മളിവിടെ പറയുന്നത് ആ ഫോസ്ഫേറ്റ് എടുക്കുന്നത് ATP എന്നാണ്. അപ്പൊ ATP എന്ന് പറഞ്ഞാൽ അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് ആണ്. ഒരു ഫോസ്ഫേറ്റ് ഇവിടെ 6th കാർബണിലേക്ക് കൊടുത്താൽ അത് എന്തായിട്ട് മാറും? ADP ആയിട്ട് മാറും. അപ്പൊ ഏത് സ്റ്റെപ്പിലാണ് ATP യൂട്ടിലൈസ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആകുമ്പോഴാണ് ATP ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലിയർ? ഇനി ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് എന്തായിട്ട് മാറും ചോദിച്ചാൽ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് ഐസോമറൈസ് ചെയ്യും. ഇനി ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് അർത്ഥം എന്താ? ഫ്രക്ടോസിന്റെ 6th കാർബണിൽ ഫോസ്ഫേറ്റ് ഓൾറെഡി ഉണ്ട്. പക്ഷെ അത് ഫ്രക്ടോസ് 1,6 ആവുമ്പോൾ, ഇവിടെ നോക്കിയേ, ഫ്രക്ടോസ് 1,6 ആവുമ്പോൾ ഓൾറെഡി 6th കാർബണിൽ ഫോസ്ഫേറ്റ് ഉണ്ട്. ഇപ്പൊ ഫസ്റ്റ് കാർബണിൽ ഒരു ഫോസ്ഫേറ്റ് കിട്ടണം. ആ ഫോസ്ഫേറ്റ് എവിടുന്നാ കിട്ടാന്ന് ചോദിച്ചാൽ ATP എന്നാണ്. അപ്പൊ ഇവിടെയും അതേ കൺവേർഷനാണ് നമ്മൾ പഠിക്കേണ്ടത്. അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് വരും. ആ 3 ഫോസ്ഫേറ്റിൽ ഒരു ഫോസ്ഫേറ്റ് ഇവിടെ ഫസ്റ്റ് കാർബണിലേക്ക് കൊടുക്കും. ഇത് ADP ആയിട്ട് മാറും. അപ്പൊ രണ്ടാമത്തെ ATP യൂട്ടിലൈസ് ചെയ്യുന്ന സ്റ്റെപ്പ് ഏതാ ചോദിച്ചാൽ ഫ്രക്ടോസ് 6. നല്ലോണം നോക്കിക്കോ മക്കളെ. ഫ്രക്ടോസ് 6 ഫ്രക്ടോസ് 1,6 ആകുമ്പോഴാണ് രണ്ടാമത്തെ ATP യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പൊ ATP യൂട്ടിലൈസ് ചെയ്യുന്ന 2 സ്റ്റെപ്പ് ഏതാ? ഗ്ലൂക്കോസ് 6 ആകുമ്പോഴും ഫ്രക്ടോസ് 1,6 ആകുമ്പോഴും 2 ATP മൊത്തം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫസ്റ്റ് സ്റ്റെപ്പിലും ഒന്ന് ഈ സ്റ്റെപ്പിലും. ഇത് ക്ലിയർ ആയോ? ഏതാ എൻസൈം ഇൻവോൾവ് ചെയ്യുന്നത്? ഹെക്സോകൈനേസ്. ഏതാ എൻസൈം? ഹെക്സോകൈനേസ് എന്ന എൻസൈം ആണ് ഇതിൽ ഇൻവോൾവ് ചെയ്യുക. സോ മൂവിംഗ് ടു നെക്സ്റ്റ് വൺ, ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് 6 കാർബൺ ആണ് നമുക്കറിയാലോ. ഈ 6 കാർബൺ ബ്രേക്ക് ചെയ്യും. ആൽഡിലേസ് എന്ന എൻസൈമിന്റെ പ്രസൻസിൽ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 കോമ്പൗണ്ട് ആയിട്ട് മാറുക. അപ്പൊ ഏതൊക്കെ 2 കോമ്പൗണ്ട്? ഇത് 3 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള PGA, ഇതും 3 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള DHAP. ബിക്കോസ്
Total 6 carbon and a 6 carbon break it within 3 carbon within 3 carbon this is called PGAL glyceraldehyde 3 phosphate nu parayam phosphoglyceraldehyde nu parayam. DHAP stands for dihydroxyacetone phosphate. ഇതിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ രണ്ടും ഇന്റർ കൺവേർട്ടബിൾ ആണ്. എന്താ ഇന്റർ കൺവേർട്ടബിൾ? PGL DHAP ആയിട്ട് മാറാം, DHAP ക്ക് PGL ആയിട്ട് മാറാം. Clear about the concept? Yes. Let's go for the next step. So phosphoglyceraldehyde എന്താ ചെയ്യുക? 1,3-biphosphoglyseric acid ആയിട്ട് മാറണം. അപ്പൊ ഇത് ആൽഡിഹൈഡ് ആണ്, ഇത് ആസിഡ് ആണ്, ശരിയല്ലേ? സോ ആൽഡിഹൈഡ് ആസിഡ് ആകുമ്പോൾ ദേ ആർ അണ്ടർഗോയിങ് ഓക്സിഡേഷൻ. PGL ഓക്സിഡേഷൻ ആണ് നടക്കുക. അപ്പൊ PGL ഓക്സിഡേഷൻ നടക്കുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് ഞാൻ എഴുതാം. കറക്റ്റ് ശ്രദ്ധിക്കണേ. So PGL when undergo oxidation, they remove hydrogen. And that hydrogen will be accepted by NAD and they get reduced from NADH plus H plus. അപ്പൊ നോക്കിയേ, അപ്പൊ ഏത് സ്റ്റെപ്പിലാണ് NADH plus H plus ഉണ്ടായെന്ന് ചോദിച്ചാൽ PGAL 1,3-biphosphoglyseric acid ആകുമ്പോൾ PGLന്റെ ബോഡിയിൽ ഓക്സിഡേഷൻ നടന്നു, അതുകൊണ്ട് അവർ ഹൈഡ്രജൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ആ ഹൈഡ്രജൻ NAD വന്ന് ആക്സെപ്റ്റ് ചെയ്തിട്ട് NADH ആയിട്ട് റെഡ്യൂസ്ഡ് ആയി. ക്ലിയർ? ഇനി 1,3-biphosphoglyseric acid അർത്ഥം എന്താ? ഗ്ലിസറിക് ആസിഡ് കൺസിസ്റ്റ് ഓഫ് ഫോസ്ഫേറ്റ് അറ്റ് ഫസ്റ്റ് കാർബൺ ആൻഡ് തേർഡ് കാർബൺ. ഫസ്റ്റ് കാർബണിലും തേർഡ് കാർബണിലും ഫോസ്ഫേറ്റ് ഉണ്ടെന്നാണ്. അപ്പൊ ഫസ്റ്റ് കാർബണിലെ ഫോസ്ഫേറ്റ് ഇവർ ഒഴിവാക്കും. നോക്കിടാ, ഫസ്റ്റ് കാർബണിലെ ഫോസ്ഫേറ്റ് ഇവർ ഒഴിവാക്കാൻ പോവാണ്. അപ്പൊ ഫസ്റ്റ് കാർബണിലെ ഫോസ്ഫേറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ നോക്കി, ഐ റിമൂവ് ഫസ്റ്റ് കാർബണിലെ ഫോസ്ഫേറ്റ് ഇവർ ഒഴിവാക്കിയല്ലോ. ഈ ഫോസ്ഫേറ്റിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ആര് വരും? ADP വരും. എന്നിട്ട് എന്താ ഫോം ചെയ്യുക? ATP ഫോം ചെയ്യും. അപ്പൊ ഈ സ്റ്റെപ്പിലാണ് ആദ്യമായിട്ട് ATP ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ എന്നാ പറഞ്ഞത്. എന്തുകൊണ്ടാണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞത്? 1,3-biphosphoglyseric ആസിഡ് സബ്സ്ട്രേറ്റ് ആണ്. അവര് ഫസ്റ്റ് കാർബണിലെ ഫോസ്ഫേറ്റ് റിമൂവ് ചെയ്തു, അതിനെ ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് ATP ഉണ്ടാക്കിയത്. ആ സ്റ്റെപ്പിനെയാണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. ഇനി 3-phosphoglyceric acid അല്ലേ ബാക്കിയുള്ളൂ. ഇനി 1,3-ൽ 1 പോയല്ലോ. 1 പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള 3-phosphoglyceric acid ആണ്. ആ 3-phosphoglyceric ആസിഡിന്റെ അർത്ഥം എന്താ? ഗ്ലിസറിക് ആസിഡിന്റെ തേർഡ് കാർബണിലാണ് ഫോസ്ഫേറ്റ് ഉള്ളത്. അത് മ്യൂട്ടേസ് എന്ന എൻസൈം വന്നത് സെക്കൻഡ് കാർബണിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ സെക്കൻഡ് കാർബണിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് 2-phosphoglyceric acid. തേർഡ് കാർബണിലെ ഫോസ്ഫേറ്റ് മ്യൂട്ടേസ് എൻസൈം സെക്കൻഡ് കാർബണിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് 2-phosphoglyceric acid ഉണ്ടാവുന്നത്. ഈ 2-phosphoglyceric ആസിഡിന്റെ ബോഡിയിൽ നിന്ന് ഡീഹൈഡ്രേഷൻ നടക്കൂലേ? വാട്ടർ റിമൂവ് ചെയ്യില്ലേ? വാട്ടർ റിമൂവ് ചെയ്യുമ്പോൾ അത് 2-phosphoenol പൈറുവേറ്റ് ആയിട്ട് മാറും. ഇനി 2-phosphoenol പൈറുവേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പൈറുവേറ്റിന്റെ സെക്കൻഡ് കാർബണിൽ ഫോസ്ഫേറ്റ് ഉണ്ട്. ആ സെക്കൻഡ് കാർബണിലെ ഫോസ്ഫേറ്റ് ആണ് സെക്കൻഡ്, 2 ഫോസ്ഫേറ്റിനല്ല, സെക്കൻഡ് കാർബണിൽ ഒരു ഫോസ്ഫേറ്റ് ഉണ്ട്. ആ ഫോസ്ഫേറ്റിനെ ഇത് റിമൂവ് ചെയ്യുമ്പോൾ ആ ഫോസ്ഫേറ്റിനെ ആര് വന്ന് ആക്സെപ്റ്റ് ചെയ്യും? ADP വന്ന് ആക്സെപ്റ്റ് ചെയ്യും. എന്ത് ഫോം ചെയ്യും? ADP വന്ന് ആക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് ATP ഫോം ചെയ്യും. അപ്പൊ ഇതും സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ ആണ്. ബിക്കോസ് 2-phosphoenol പൈറുവേറ്റ് സബ്സ്ട്രേറ്റ് ആണ്. അത് പ്രോഡക്റ്റ് ആയിട്ടുള്ള പൈറുവേറ്റ് ഫോം ചെയ്യുമ്പോൾ അത് ഒരു ഫോസ്ഫേറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അത് ADP ഒന്ന് ആക്സെപ്റ്റ് ചെയ്ത് ATP ആയിട്ടുണ്ട്. സോ ദിസ് സ്റ്റെപ്പ് ഇസ് ഓൾസോ കോൾഡ് എ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ. അപ്പൊ SLP എന്ന് പറഞ്ഞാൽ എന്താ? സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ ആണ്. ഇത് ക്ലിയർ ആയി മക്കളെ? ആയില്ലേ? ഇനി ആര് ബാക്കിയുണ്ട് നോക്കിയേ. ഇപ്പൊ PGL പൈറുവേറ്റ് ആയിട്ട് മാറിയില്ലേ? ഇനി DHAP അവിടെ ബാക്കിയുണ്ട്. ഇനി DHAP PGL ആയി കഴിഞ്ഞാൽ ഇതേ സ്റ്റെപ്പ് ഒന്നും കൂടി നടക്കൂലടാ. ബിക്കോസ് ഇത് PGL ആണ് ഇപ്പൊ പൈറുവേറ്റ് ആയിട്ട് മാറിയേ. ഇനി DHAP PGL ആയി കഴിഞ്ഞാൽ ഇതേ സ്റ്റെപ്പ് ഒന്നും കൂടി നടക്കുമ്പോൾ എല്ലാ പ്രോഡക്റ്റും ഡബിൾ ആവൂലേ? എങ്ങനെ ഡബിൾ ആവും? അപ്പൊ ഇവിടെ ഉണ്ടായ NADH എന്താവും? ഇവിടെ ഉണ്ടായ 2 NADH 2 മോളിക്യൂളായിട്ട് മാറൂലേ? ബിക്കോസ് 2 പ്രാവശ്യം ഈ സൈക്കിൾ നടക്കും. ഇവിടെ 2 ATP ഉണ്ടാവൂലേ? ഇവിടെ 2 വാട്ടർ മോളിക്യൂൾ ഉണ്ടാവൂലേ? ഇവിടെയും 2 ATP ഉണ്ടാവൂലേ? ഇവിടെയും 2 പൈറുവേറ്റ് ഉണ്ടാവും. അപ്പൊ ടോട്ടൽ നോക്കിയേ, ടോട്ടൽ നോക്കുമ്പോൾ ഇവിടെ 2 ATP ഇവിടെ ഉണ്ടായിട്ടുണ്ട്, 2 ATP ഇവിടെ ഉണ്ട്, 4 ATP ഉണ്ടായിട്ടുണ്ട്. പക്ഷെ 4 ATP പ്രൊഡ്യൂസ് ചെയ്താൽ പോലും ഇനീഷ്യൽ സ്റ്റെപ്പിൽ നമ്മൾ 2 ATP യൂട്ടിലൈസ് ചെയ്തല്ലോ. ഇപ്പൊ 4 ATP ഉണ്ടായിട്ടുണ്ട്, പക്ഷെ തുടക്കത്തിൽ 2 ATP ഉപയോഗിച്ചിട്ടുണ്ട്. ആ 2 ATP നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ? അപ്പൊ ബാലൻസ് എത്രയാ? 2 ATP ആണ് നെറ്റ് ഗെയിൻ വരിക. സോ വാട്ട് ഇസ് ദ നെറ്റ് ഗെയിൻ ഓഫ് ATP ത്രൂ ഗ്ലൈക്കോളിസിസ് ചോദിച്ചാൽ 2 ATP ആണ് വരിക. 2 ATPന്റെ കൂടെ ആരും ഉണ്ട്? 2 NADH ഉണ്ട്. സോ 2 NADH ഉണ്ട് പ്ലസ് 2 പൈറുവിക് ആസിഡ് ഉണ്ട്. 2 pyruvic acid, 2 molecule of pyruvic acid, that is a key product of glycolysis. അപ്പോൾ glycolysis നെറ്റ് ഗെയിൻ ചോദിക്കുമ്പോൾ 2, ബിക്കോസ് 4 ATP ഉണ്ടായിക്കോട്ടെ, 2 എണ്ണം തിരിച്ചു കൊടുക്കണ്ടേ ഇനീഷ്യൽ ഉപയോഗിച്ചത്. അപ്പോൾ നെറ്റ് ഗെയിൻ 2 ATPയും 2 NADHും 2 molecule of pyruvic acid ആണ്. 2 molecule of pyruvic acid is called the key product of glycolysis. അപ്പോൾ ഇത് എവിടെയാണ് നടന്നത്? സൈറ്റോപ്ലാസ്മിലെ. ഈ മുഴുവൻ സാധനം എവിടെയുള്ളത്? സൈറ്റോപ്ലാസ്മിലുള്ളത്. ഈ സൈറ്റോപ്ലാസ്മിലെ പൈറുവിക് ആസിഡ് ഇനി എവിടേക്ക് കയറി പോകണം? എയറോബിക് റെസ്പിറേഷനിലേക്ക് കയറി പോകണ്ടേ? അപ്പോൾ എയറോബിക് റെസ്പിറേഷനിലേക്ക് കയറി പോകുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നൗ സൈറ്റോപ്ലാസ്മിലുള്ള പൈറുവിക് ആസിഡ്, സൈറ്റോപ്ലാസ്മിലെ പൈറുവിക് ആസിഡ് മൈറ്റോകോൺഡ്രിയയുടെ മാട്രിക്സിലേക്കാണ് കയറുന്നത്. എവിടെ കയറുക? മൈറ്റോകോൺഡ്രിയയുടെ മാട്രിക്സിലേക്ക് കയറി കഴിഞ്ഞാൽ അവർ ഫസ്റ്റ് കാണുന്ന എൻസൈമാണ് പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ്. ഏത് എൻസൈം? പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്ന എൻസൈം കാണും.
അപ്പോൾ പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് എന്താ ചെയ്യുക? പൈറുവിക് ആസിഡിന്റെ ബോഡിയിൽ നിന്ന് ഹൈഡ്രജൻ റിമൂവ് ചെയ്യും. പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് പൈറുവിക് ആസിഡിന്റെ ബോഡിയിൽ നിന്ന് ഹൈഡ്രജൻ റിമൂവ് ചെയ്യുമ്പോൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ NAD വരും. അപ്പോൾ NAD വന്ന് ഗെറ്റ് റെഡ്യൂസ്ഡ് ഫോം NADH+H+. ഇത് ക്ലിയർ ആയോ? അപ്പോൾ പൈറുവിക് ആസിഡിന്റെ ബോഡിയിൽ നിന്നാണല്ലോ ഹൈഡ്രജൻ റിമൂവ് ചെയ്തത്. അപ്പോൾ ഹൈഡ്രജൻ റിമൂവ് ചെയ്യുമ്പോൾ അത് ഓക്സിഡേഷൻ ആണ്. അതേ സമയത്ത് പൈറുവിക് ആസിഡ് 3 കാർബൺ ആണ്. ആ 3 കാർബൺ ഒരു കാർബണിനെ റിമൂവ് ചെയ്തിട്ട് 2 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള അസിറ്റൈൽ കോഎൻസൈം ആയിട്ട് മാറും. ബിക്കോസ് കോഎൻസൈം ഏതിൽ ഇൻവോൾവ് ചെയ്യും. ക്ലിയർ ആയോ? അപ്പോൾ അതിൻ്റെ അകത്ത് എന്താ 3 കാർബണിൽ നിന്നും ഒരു കാർബൺ പോയിട്ടാണ്. നോക്കിടാ, ഒരു മിനിറ്റ് ഹൈലൈറ്റ് എടുക്കട്ടെ. 3 കാർബണിൽ നിന്നും ഒരു കാർബൺ പോയിട്ടാണ് 2 കാർബൺ ആയി. അപ്പോൾ ഒരു പൈറുവിക് ആസിഡ് ഒരു അസ്റ്റൈൽ ആയപ്പോൾ അവിടെ ഹൈഡ്രജൻ റിമൂവ് ചെയ്തിട്ടുണ്ട്, ഓക്സിഡേഷൻ ആണ്. കാർബൺ റിമൂവ് ചെയ്തിട്ടുണ്ട്, ഡീകാർബോക്സിലേഷൻ ആണ്. അപ്പോൾ ഓക്സിഡേഷൻ ഡീകാർബോക്സിലേഷൻ ഒരുമിച്ച് നടന്നുകൊണ്ട് ഈ സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ. ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ. ഇത് ക്ലിയർ ആയോ? അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, എത്ര പൈറുവിക് ആസിഡ് ഉണ്ടായേ? ഇവിടെ നമ്മൾ പറഞ്ഞ 2 പൈറുവിക് ആസിഡ് ഉണ്ടായില്ലേ? അപ്പോൾ ഒരു പൈറുവിക് ആസിഡ് ഒരു അസ്റ്റൈൽ ആകുമ്പോൾ ഒരു NADH ഉണ്ടായി, ഒരു CO2 ഉണ്ടായി. നമുക്ക് 2 പൈറുവിക് ആസിഡ് ഉണ്ട്. അപ്പോൾ 2 പൈറുവിക് ആസിഡ് 2 അസ്റ്റൈൽ ആകുമ്പോൾ 2 NADHും 2 CO2 ഉണ്ടാവും. ക്ലിയർ ആയോ? ഇനി ഇപ്പോൾ അസ്റ്റൈൽ കോഎൻസൈം ഉണ്ടല്ലോ. ഇനി നമുക്ക് ക്രെബ്സ് സൈക്കിൾ പഠിക്കാം. ക്രെബ്സ് സൈക്കിൾ നമുക്ക് വേറെ കളറിൽ പഠിക്കാം. ഓക്കെ, ഇനിയാണ് ക്രെബ്സ് സൈക്കിൾ. അതും നടക്കുന്നത് മൈറ്റോകോൺട്രിയയുടെ മാട്രിക്സിലാണ്. ഈ മുഴുവൻ പ്രോസസ്സ് എവിടെയാണ് നടക്കുന്നത്? മൈറ്റോകോൺട്രിയയുടെ മാട്രിക്സിൽ. മൈറ്റോകോൺട്രിയയുടെ മെട്രിക്സിലാണ് ഈ മുഴുവൻ പ്രോസസ്സ് നടക്കുന്നത് കേട്ടോ. അസ്റ്റൈൽ കോഎൻസൈം A ഉണ്ടായി. ഇനി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ക്രെബ്സ് സൈക്കിൾ. ഓക്സലോഅസറ്റിക് ആസിഡ് 4 കാർബൺ ആണ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് മെമ്പർ ഓഫ് ക്രെബ്സ് സൈക്കിൾ. അപ്പോൾ ഫസ്റ്റ് മെമ്പർ ഓഫ് ക്രെബ്സ് സൈക്കിൾ ചോദിച്ചാൽ ഓക്സലോഅസറ്റിക് ആസിഡ് ആണ്. 4 കാർബൺ ആണ്. ഈ 4 കാർബൺ ഈ 2 കാർബൺ ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് വാട്ടറുടെ പ്രസൻസ് ഉണ്ട്. അവിടെ കണ്ടൻസേഷൻ ആണ് നടക്കുന്നത്. വാട്ടറുടെ പ്രസൻസ്, വാട്ടർ ഉണ്ട്. അതേപോലെ എൻസൈം സിട്രേറ്റ് സിന്തേസ് ഉണ്ട്. സിട്രേറ്റ് സിന്തേസ് എന്ന എൻസൈം ഉണ്ട്. ഇത് ക്ലിയർ ആയോ? അപ്പോൾ ഓക്സലോഅസറ്റിക് ആസിഡ് ഫസ്റ്റ് മെമ്പർ ആണ്. അസ്റ്റൈൽ കോഎൻസൈം ആയിട്ട് കണ്ടൻസ് ചെയ്തിട്ട് ഈ 4 കാർബണും ഈ 2 കാർബണും കമ്പൈൻ ചെയ്താൽ എത്ര കാർബൺ ഉണ്ടാവും? 6 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള സിട്രേറ്റ് ഉണ്ടാവും. സിട്രേറ്റ് എന്ന് പറയാം, സിട്രിക് ആസിഡ് എന്ന് പറയാം. അപ്പോൾ ആദ്യം ഉണ്ടായ കോമ്പൗണ്ട് സിട്രിക് ആസിഡ് ആയതുകൊണ്ടാണ് സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ക്രെബ്സ് സൈക്കിളിന്റെ വേറെ പേരെന്താ? സിട്രിക് ആസിഡ് സൈക്കിൾ ആണ്. ബിക്കോസ് ഫസ്റ്റ് ഉണ്ടായ കോമ്പൗണ്ട് സിട്രിക് ആസിഡ് ആണ്. ഇനി ഈ 6 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള സിട്രിക് ആസിഡിന് ഒരു കാർബൺ എലിമിനേറ്റ് ചെയ്താൽ 5 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള ആൽഫ കീറ്റോ ഗ്ലൂട്ടാരിക് ആസിഡ് ഉണ്ടാവൂലേ? ആൽഫ കീറ്റോ ഗ്ലൂട്ടാരിക് ആസിഡ്. ബിക്കോസ് സിട്രിക് ആസിഡ് 6 കാർബൺ ആണ്. ഒരു കാർബൺ ഒഴിവാക്കിയാലാണ് 5 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള ആൽഫ കീറ്റോ ഗ്ലൂട്ടാരിക് ആസിഡ് ഉണ്ടാവും. അതേ സമയത്ത് ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഓക്സിഡേഷൻ നടക്കുമ്പോൾ ദേ വിൽ റിമൂവ് ഹൈഡ്രജൻ. ഓക്സിഡേഷൻ നടക്കുമ്പോൾ ദേ വിൽ റിമൂവ് ഹൈഡ്രജൻ. അപ്പോൾ ഈ ഹൈഡ്രജൻ ആര് ആക്സെപ്റ്റ് ചെയ്യും? NAD ആക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് എന്താ ഫോം ചെയ്യുക? NADH+H+ ഫോം ചെയ്യും. NADH+H+ ഫോം ചെയ്യും. ഇത് ക്ലിയർ ആയോ? സോ മൂവ് ടു നെക്സ്റ്റ് കാറ്റഗറി. ആൽഫ കീറ്റോ ഗ്ലൂട്ടാരിക് ആസിഡ് 5 കാർബൺ ആണ്. സോ ദിസ് 5 കാർബൺ remove 1 carbon and become a 4 carbon compound, and that 4 carbon compound is called succinyl coenzyme A. That is called succinyl coenzyme A. അപ്പോൾ നോക്കിയേ, 5 കാർബൺ 4 കാർബൺ ആകുമ്പോൾ ഒരു കാർബൺ റിമൂവ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? 5 കാർബൺ 4 കാർബൺ ആകുമ്പോൾ ഒരു കാർബൺ റിമൂവ് ചെയ്തിട്ടുണ്ട്. സോ സക്സിനൽ കോഎൻസൈം A ഉണ്ടായി. ഇനി ഇതേ സമയത്ത് ഇവിടെ എന്തും നടക്കുന്നുണ്ട്? ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഓക്സിഡേഷൻ നടക്കുമ്പോൾ എന്ത് റിമൂവ് ചെയ്യും? ഓക്സിഡേഷൻ നടക്കുമ്പോൾ they will remove hydrogen. That will be accepted by NAD and that forms NADH+H+. അപ്പോൾ രണ്ടാമത്തെ NADH ഇവിടെ ഉണ്ടായി. ക്ലിയർ ആയോ? സോ വാട്ട് ഹാപ്പൻസ് ദാറ്റ് എനി 4 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള സക്സിനൽ കോഎൻസൈം എന്തായിട്ട് മാറണം? സക്സിനിക് ആസിഡ് ആയിട്ട് മാറണം. സക്സിനിക് ആസിഡ് ആയിട്ട് മാറണം. അപ്പോൾ ഈ സമയത്ത് സക്സിനൽ കോഎൻസൈം സക്സിനിക് ആസിഡ് ആകുമ്പോൾ ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചാൽ അത് വേറൊരു പ്രോസസ്സാണ്. നോക്കിയിടാ, എന്താ നടക്കുന്നത് ഇവിടെ? ഇവിടെ നടക്കുന്നത് GDPന്റെ കൂടെ ഇനോർഗാനിക് ഫോസ്ഫേറ്റ് കൂടി ചേർന്ന് GTP ഉണ്ടാവും. ആ സ്റ്റെപ്പിനെയാണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. അതായത് സക്സിനൽ കോഎൻസൈം സക്സിനിക് ആസിഡ് ആകുമ്പോൾ GDPന്റെ കൂടെ ഇനോർഗാനിക് ഫോസ്ഫേറ്റ് കൂടി ചേർന്ന് GTP ഉണ്ടാവും. ദാറ്റ് ഇസ് കോൾഡ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ. ക്ലിയർ? ഇനി സക്സിനൽ കോഎൻസൈം ഫ്യൂമാരിക് ആസിഡ് ആവും. ഫ്യൂമാരിക് ആസിഡ് മാലിക് ആസിഡ് ആവും. അപ്പോൾ ഫ്യൂമാരിക് ആസിഡ് എന്നുള്ള വേർഡ് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടില്ല, പക്ഷെ എന്നാലും ഞാൻ എഴുതാം. സക്സിനിക് ആസിഡ് എന്തായിട്ട് മാറും? ഫ്യൂമാരിക് ആസിഡ് ആവും. അപ്പോൾ അതും 4 കാർബൺ ആണ്. ഇനി എല്ലാം 4 കാർബൺ ആണ്. ഇനി കാർബൺ പോകില്ലല്ലോ, 4 കാർബൺ ആണ്. സോ ഈ സമയത്ത് എന്താ നടക്കുന്നത്? ഈ സമയത്ത് ഹൈഡ്രജൻ റിമൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഹൈഡ്രജൻ ആരും ആക്സെപ്റ്റ് ചെയ്യുക? FAD ആണ് വന്ന് ആക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് അത് FADH2 ആയിട്ട് മാറും. അപ്പോൾ നോക്കി, ബാക്കി എല്ലാ സ്ഥലത്തും NADH2 ആകുമ്പോൾ സക്സിനിക് ആസിഡ് ഫ്യൂമാരിക് ആസിഡ് ആകുമ്പോൾ FAD വന്ന് ഹൈഡ്രജൻ ആക്സെപ്റ്റ് ചെയ്തിട്ട് FADH2 ആണ് ആവുന്നത്. ഇനി ഫ്യൂമാരിക് ആസിഡ് മാലിക് ആസിഡ് ആവും. ഇനി മാലിക് ആസിഡ് ഓക്സലോഅസറ്റിക് ആസിഡ് ആയിട്ട് മാറും. ഫ്യൂമാരിക് ആസിഡ് മാലിക് ആസിഡ് ആവും. മാലിക് ആസിഡ് ഓക്സലോഅസറ്റിക് ആസിഡ് ആകുമ്പോൾ അവിടെയും എന്ത് നടക്കുന്നുണ്ട്? ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഓക്സിഡേഷൻ വഴി അവർ ഹൈഡ്രജൻ റിമൂവ് ചെയ്യുമല്ലോ. ഈ ഹൈഡ്രജൻ ആര് വന്ന് ആക്സെപ്റ്റ് ചെയ്യും? NAD വന്ന് ആക്സെപ്റ്റ് ചെയ്തിട്ട് അത് NADH2 ആയിട്ട് റെഡ്യൂസ്ഡ് ആവും.
NADH2 ആയിട്ട് റെഡ്യൂസ്ഡ് ആവും. ഇത് ക്ലിയർ ആണോ? ഇതാണ് Krebs സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടേൺ ഓഫ് Krebs സൈക്കിൾ എന്താ ഉണ്ടായിരിക്കുന്നത് നോക്കിയാൽ മക്കള്, 3 NADH ഉണ്ടായിട്ടുണ്ട്, ഒരു FADH ഉണ്ടായിട്ടുണ്ട്, ഒരു GTP ഉണ്ടായിട്ടുണ്ട്, 2 CO2 ഉണ്ടായിട്ടുണ്ട്. ഐ റിപ്പീറ്റ് അഗൈൻ, 1 ടേൺ ഓഫ് Krebs സൈക്കിൾ പ്രൊഡ്യൂസസ് 3 NADH. നോക്കിയേ 1 2 3 NADH ഉണ്ട്. പിന്നെ ഏതാ ഒരു FADH2 ഉണ്ട്, ഒരു FADH2 ഉണ്ടായിട്ടുണ്ട്, അതേപോലെ ഒരു GTP ഉണ്ടായിട്ടുണ്ട്, 2 CO2 ഉണ്ടായിട്ടുണ്ട്. നോക്കിയേ 2 CO2 ഉണ്ടായിട്ടുണ്ട്. ഇതാണ് 1 ടേൺ. പക്ഷെ നമുക്ക് പൈറുവിക് ആസിഡ് 2 ഉണ്ട്. 2 പൈറുവിക് ആസിഡ് 2 അസ്റ്റൈൽ കോഎൻസൈം ആയിക്കഴിഞ്ഞാൽ ഈ Krebs സൈക്കിൾ 2 പ്രാവശ്യം നടക്കും. 2 പ്രാവശ്യം നടക്കുമ്പോൾ 6 NADH, 2 FADH, 2 GTP and 4 CO2 ഉണ്ടാവും. സോ ദിസ് ഇസ് അബൌട്ട് ദ Krebs സൈക്കിൾ. ഇതാണ് ഈ പോയിന്റ്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ക്ലിയർ? So let's go for electron transport system. It occurs in the inner membrane of mitochondria. അപ്പോൾ electron transport system എവിടെ നടക്കുന്നതെന്ന് ചോദിച്ചാൽ മൈറ്റോകോൺഡ്രിയയുടെ ഇന്നർ മെംബ്രെയിനിലാണ്. നോക്കിയേ മൈറ്റോകോൺഡ്രിയയുടെ ഔട്ടർ മെംബ്രെയിൻ ഇതാണ്, ഇന്നർ മെംബ്രെയിൻ ആണ്. ഇത് ഇന്നർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺഡ്രിയയിലാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം നടക്കുക. അവിടെ ഒരു ഫിഗർ വെച്ചിട്ടുണ്ട്. ദിസ് ഇസ് കോൾഡ് ഔട്ടർ മെംബ്രെയിൻ, ദിസ് ഇസ് കോൾഡ് ഇന്നർ മെംബ്രെയിൻ ആൻഡ് ദിസ് ഇസ് കോൾഡ് ഇന്റർ മെംബ്രെയിൻ സ്പേസ്. അപ്പോൾ ഇന്നർ മെംബ്രെയിനിൽ 4 കോംപ്ലക്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. 5ാമത്തെ കോംപ്ലക്സ് വേറെയും ഉണ്ട്. ഇലക്ട്രോണിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന 4 കോംപ്ലക്സ് ഉണ്ട്. പ്രോട്ടോണ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു കോംപ്ലക്സ് കൂടി. ടോട്ടൽ 5 കോംപ്ലക്സ് ആണ് ഇവിടെ പറയാം. സോ വാട്ട് ആർ ദ 5 കോംപ്ലക്സസ്? 2025 വന്ന ക്വസ്റ്റൻ ആണ്, കേട്ടോട്ടോ. കോംപ്ലക്സ് 1 ഇസ് കോൾഡ് NADH ഡീഹൈഡ്രോജിനേസ് കോംപ്ലക്സ്. നോക്കിടാ, ഇതാണ് കോംപ്ലക്സ് 1. ഈ കോംപ്ലക്സ് 1 വിളിക്കുന്ന പേരാണ് NADH ഡീഹൈഡ്രോജിനേസ് കോംപ്ലക്സ് തന്നെ. കോംപ്ലക്സ് 2 ഇസ് കോൾഡ് സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ് കോംപ്ലക്സ് എന്നാ പറയാ. അപ്പൊ കോംപ്ലക്സ് 2ന്റെ പേര് എന്താ? സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ് കോംപ്ലക്സ് ആണ്. കോംപ്ലക്സ് 3 ഇസ് കോൾഡ് സൈറ്റോക്രോം BC1 കോംപ്ലക്സ് എന്നാ പറയാ. ഇതാണ് കോംപ്ലക്സ് 3. ദിസ് ഇസ് കോൾഡ് സൈറ്റോക്രോം BC1 കോംപ്ലക്സ്. ആൻഡ് കോംപ്ലക്സ് 4 നമ്മൾ വിളിക്കുന്ന പേരാണ് സൈറ്റോക്രോം C ഓക്സിഡേസ് കോംപ്ലക്സ്. സോ കോംപ്ലക്സ് 4 ഇസ് കോൾഡ് സൈറ്റോക്രോം C ഓക്സിഡേസ് കോംപ്ലക്സ്. കോംപ്ലക്സ് 5 നമ്മൾ ATP സിന്തേസ് എന്നാ പറയാ. ഇതാണ് കോംപ്ലക്സ് 5, ATP സിന്തേസ് എന്ന് പറയും. 2 പാർട്ട് ഉണ്ട്, F0 F1. F0 മെംബ്രെയിനിലാണ് എംബഡഡ് ആയിട്ടുള്ളത്, F1 മെംബ്രെയിനിൽ അറ്റാച്ച്ഡ് ആണ്. പക്ഷെ മെട്രിക്സിന് അങ്ങോട്ട് തള്ളി നിൽക്കുമ്പോൾ അതാണ് പെരിഫറൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ക്ലിയർ? സോ ദിസ് ആർ ദ കോംപ്ലക്സസ് ദാറ്റ് ആർ ഇൻവോൾവ്. അപ്പോൾ കോംപ്ലക്സ് അതർ നെയിമും കൂടി പഠിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം നടക്കുമ്പോൾ ഒരു NADH ഓക്സിഡേഷൻ നടക്കുമ്പോൾ, അത് വേണമെങ്കിൽ ഇവിടെ എഴുതി തരാം. നോക്കിടാ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ ഒരു NADH ഓക്സിഡേഷൻ നടന്നാൽ 3 ATP ഉണ്ടാക്കും. ഒരു FADH ഓക്സിഡേഷൻ നടന്നു കഴിഞ്ഞാൽ 2 ATP ഉണ്ടാക്കും. അപ്പോൾ ആ കോൺസെപ്റ്റ് കൂടി പഠിക്കുക. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ ഒരു NADH ഓക്സിഡേഷൻ നടന്നാൽ 3 ATPയും ഒരു FADH ഓക്സിഡേഷൻ നടന്നാൽ അവിടെ 2 ATP ഉണ്ടാവും. സോ ദിസ് ഇസ് അബൌട്ട് ദ കോൺസെപ്റ്റ് ദാറ്റ് വി ഹാവ് ടു സ്റ്റഡി ഇൻ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. സോ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫെർമെന്റേഷൻ ആൻഡ് എയറോബിക് റെസ്പിറേഷൻ? അനറോബിക്കും ചോദിച്ചാൽ നോക്കിയേ, പാർഷ്യൽ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് ആണ് നമ്മൾ ഫെർമെന്റേഷൻ എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ആണ് നമ്മൾ എയറോബിക് റെസ്പിറേഷൻ എന്ന് പറയാം. കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ശരിയല്ലേ? അതേപോലെ തന്നെ രണ്ടാമത്തത് ഫെർമെന്റേഷൻ വഴി നമുക്ക് 2 ATP ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. പക്ഷേ എയറോബിക് റെസ്പിറേഷന് 38 ATP ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ATP ഉണ്ടാവുന്ന എവിടെയാ ചോദിച്ചാൽ എയറോബിക് റെസ്പിറേഷനിലാണ് 38 ATP ഉണ്ടാവും. പക്ഷേ എനറോബിക് റെസ്പിറേഷനിൽ നമുക്ക് 2 ATP മാത്രമേ കിട്ടുള്ളൂ. അതേപോലെ NADH ഓക്സിഡൈസ് ചെയ്യുന്നത് വളരെ സ്ലോ ആയിട്ടായിരിക്കും ഫെർമെന്റേഷനിൽ. അതേപോലെ തന്നെ NADH വിഗ്രസ് ആയിട്ടാണ് പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്ത് 3 ATP ഉണ്ടായിക്കൊണ്ടിരിക്കും. അതാണ് NADH അണ്ടർഗോ വിഗ്രസ് ഓക്സിഡേഷൻ ആണ് എയറോബിക്കിൽ. സോ NADH ഓക്സിഡേഷൻ നടക്കുന്നത് സ്ലോ ആയിട്ടാണ് എനറോബിക് റെസ്പിറേഷൻ ഫെർമെന്റേഷൻ. ക്ലിയർ? സോ നെക്സ്റ്റ് വൺ, വൈ റെസ്പിറേഷൻ ഇസ് കോൾഡ് ആംഫിബോളിക് പാത്വേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റെസ്പിറേഷൻ ആംഫിബോളിക് പാത്വേ എന്ന് വിളിക്കാൻ കാരണം ബ്രേക്ക് ഡൗണും നടക്കുന്നുണ്ട്, സിന്തസിസും നടക്കുന്നുണ്ട്. അതായത് ഇപ്പൊ പ്രോട്ടീൻ എടുക്കുക, പ്രോട്ടീൻ ബ്രേക്ക് ചെയ്താൽ അത് അമിനോ ആസിഡ് ആവും, എന്നിട്ടാണ് റെസ്പിറേറ്ററി പാത്വേയിലേക്ക് കയറുക. ഫാറ്റ് ബ്രേക്ക് ചെയ്താൽ ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ആവും, എന്നിട്ടാണ് റെസ്പിറേറ്ററി പാത്വേയിലേക്ക് കയറുക. അപ്പൊ നോക്കിയേ, അപ്പൊ ഇവിടെ ഫാറ്റ് ബ്രേക്ക് ചെയ്തിട്ടാണ് ഫാറ്റി ആസിഡ് ഗ്ലിസറോൾ ആവുന്നത്, പ്രോട്ടീൻ ബ്രേക്ക് ചെയ്തിട്ടാണ് അമിനോ ആസിഡ് ആവുന്നത്. അപ്പൊ ബ്രേക്കിംഗ് പ്രോസസ് ആണ് കാറ്റബോളിസം എന്ന് പറയുന്നത്. പക്ഷെ അതേ സമയത്ത് ഇപ്പൊ നോക്കിയേ, ഇപ്പൊ ഫാറ്റി ആസിഡ് അസ്റ്റൈൽ കോഎൻസൈം ആയിട്ട് റെസ്പിറേറ്ററി പാത്വേയിൽ കയറി എന്ന് വിചാരിക്കുക. ഒരു സെല്ലിന് എപ്പോഴാണോ ഫാറ്റി ആസിഡ് വേണ്ടത്, അപ്പൊ അസിറ്റൈൽ കോഎൻസൈമിനെ ഈ പാത്വേയിൽ നിന്ന് പിൻവലിച്ചിട്ട് ഫാറ്റി ആസിഡ് സിന്തസിസിന് വേണ്ടി പോകും. അപ്പൊ മോളിൽ നിന്ന് താഴേക്ക് നമ്മൾ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞപ്പോൾ അസ്റ്റൈൽ കോഎൻസൈമിനെ വിഡ്രോ ചെയ്തിട്ട് വീണ്ടും ഫാറ്റി ആസിഡ് സിന്തസിസ് നടക്കുന്നുണ്ട്. സിന്തസിസിന് ആനബോളിസം എന്നാ പറയാ. അപ്പൊ ബ്രേക്ക് ഡൗണിന് കാറ്റബോളിസം എന്നും സിന്തസിസിന് ആനബോളിസം എന്നും പറയുമ്പോൾ രണ്ടും നടക്കുന്നതുകൊണ്ടാണ് റെസ്പിറേറ്ററി പാത്വേനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ആംഫിബോളിക് പാത്വേ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? സോ മൂവ് ടു നെക്സ്റ്റ് വൺ, RQ. സോ വോളിയം ബൈ RQ സ്റ്റാൻഡ്സ് ഫോർ റെസ്പിറേറ്ററി ക്വോഷ്യന്റ് ആണ്. വോളിയം ഓഫ് CO2 ഇവോൾവ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് O2 കൺസ്യൂംഡ് ആണ്. എത്ര CO2 ഇവോൾവ് ചെയ്യുന്നു, എത്ര O2 കൺസ്യൂം ചെയ്യുന്നു. സോ എക്സാമ്പിൾ, C6H12O6 plus 6O2 gives 6 CO2 plus 6 H2O plus energy എന്നാണ്. പ്ലസ് എനർജി ആണ്. അപ്പൊ എത്ര CO2 ആണ് ഇവോൾവ് ചെയ്തിരിക്കുന്നത്? 6 CO2 ആണ്.
എത്ര O2 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്? 6 O2 ആണ്. ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 1 അല്ലേ? അപ്പോൾ RQയുടെ ഫോമുല എന്താ? എത്ര CO2 ഇവോൾവ് ചെയ്തു, എത്ര O2 കൺസ്യൂം ചെയ്തു, ആ രണ്ടും ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് RQ വാല്യൂ. RQ വാല്യൂ വിൽ ബി 1 ഫോർ കാർബോഹൈഡ്രേറ്റ്. അതേപോലെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ 0.7 ആണെങ്കിൽ ഫാറ്റ് ആയിരിക്കും. ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ 0.9 ആണെങ്കിൽ പ്രോട്ടീൻ ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഓർഗാനിക് ആസിഡ് ആയിരിക്കും. സോ ദിസ് ഇസ് അബൌട്ട് ദ കോൺസെപ്റ്റ് കോൾഡ് ആസ് റെസ്പിറേഷൻ. അപ്പോൾ റെസ്പിറേഷനിലെ എല്ലാ പോയിന്റ്സും നമുക്ക് ഇമ്പോർട്ടൻ്റ് എല്ലാ പോയിന്റ്സും നമ്മൾ ഗോ ത്രൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.